എല്ലാം ഒരവസ്ഥയിലേക്കാണ് ഈ ഉമ്മത്തെത്തിയത്. അബുൽ മുളഫർ രാജാവിന്റെ മൗലിദ് നടന്നതിൽ ഒരു പെൺകൊടി വന്ന സംഭവമില്ല. അത് കാണിക്കാൻ സാധ്യമല്ല. ശിഷ്യന്മാരെ ഭാര്യമാരെയും ബന്ധുക്കളെയും അവരെ ഭാര്യമാരെയും എല്ലാം കൂട്ടി സ്ഥാപനത്തിലേക്കല്ല വിളിക്കേണ്ടത്, നിന്റെ വീട്ടിലേക്ക് വിളിക്കൂ വേണമെങ്കിൽ. അല്ലെങ്കിൽ അതുപോലുള്ള മഹാന്മാരുടെ സിയാറത്തിന് പോകുന്നതിന് തകരാറില്ല, പക്ഷേ ടൂർ പോകുന്നതിന് തകരാറില്ല. പക്ഷേ അനുവാദമുള്ള ആളുകളുടെ കൂടെ പോകാവൂ. അത് മദ്രസയിലെ ഉസ്താദ് പോരാ, അതവന്റെ മുഅല്ലിം പോരാ. അവൾക്ക് പഠിപ്പിക്കുന്ന ഉസ്താദിനിക്ക് അവള് മഹറമല്ല. മഹറമായ ഉസ്താദിനെ പറ്റിയല്ല ഞാൻ ചർച്ച ചെയ്തത്. ഒരു ഉസ്താദോ രണ്ടുസ്താദോ വെച്ച് പ്രായപൂർത്തിയായ ഒരു പെണ്ണിന് യാത്ര ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഈ ഹറാമായ ഘട്ടം, ഈ ഹറാമിന് വേണ്ടിയുള്ള ഈ ഒരുക്കവും ഈ ചുരുക്കുകൂട്ടലും ഒക്കെ ഉണ്ടല്ലോ, ഇതൊന്നും ആഖിറത്തിലേക്ക് ഒന്നും ലഭിക്കുകയില്ല. അള്ളാഹു തന്നിട്ട് വേണം കൂലി വാങ്ങാൻ. ചെയ്തതിനൊക്കെ കൂലി കെട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? എങ്കിൽ നിന്റേതായിരിക്കണം ദീൻ. അള്ളാഹുവിന്റെ വഹീനാണ് ദീൻ എന്ന് പറയുന്നത്. വളുഅൻ ഇലാഹിയൻ യദു അസ്ഹാബൽ ഖൂലി ബിഖ്തിയാരിഹിൽ മഹ്മൂദ്. അല്ലാഹു തീരുമാനിച്ചതാണ് ദീന്. നമുക്ക് രസമായി തോന്നിയതോ, നമുക്ക് ബുദ്ധിപരമായി രസമായി തോന്നിയതോ, കാലോചിതമായി യുക്തിയുണ്ടായി ഇസ്ലാം വളരുമെന്ന് തോന്നിയത് കൊണ്ടൊന്നും ഇസ്ലാം വളർത്താൻ പാടില്ല. അയിമ്മത്ത് അനുവാദം ചെന്ന് തന്നതുകൊണ്ടല്ലാതെ ഇസ്ലാമിനെ വളർത്തുന്ന ഒരു ഇസ്ലാം ഇവിടെയില്ല. ബിദ്അത്തുകാരും സുന്നികളും ഒരുപോലെ ആയ ഘട്ടമാണ് എന്നല്ല, വിശ്വാസത്തിലും ആചാരത്തിലും വരെ ഒരുപോലെ ആയ അവസ്ഥയിലേക്ക് എത്തിപ്പോയി. എന്തൊരു നല്ല പൈതൃകമായിരുന്നു പൊന്നാനിയിൽ നിന്ന് ലോകത്തിന് നൽകിയിരുന്നു.